ഇവിടെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണ് സൂപ്പർ മാർക്കറ്റിലെ ടോയ്ലറ്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇവൾ അവിടെ താമസിക്കുന്നത് അവിടെ ഉള്ള ആർക്കും അറിയൂല. ആക്ച്വലി ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവളുടെ ഡെലിവറി ഡേറ്റ് ആവാറായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് ഇറക്കി വിട്ടിട്ട് പോവാണ്. ഇവൾക്കും വേറെ എങ്ങും പോവാനില്ലാണ്ട് എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഡെയിലി നൈറ്റ് ആ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ടൈം നോക്കി ആരും അറിയാണ്ട് ഈ ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് ആവശ്യമുള്ള ബുക്കും എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളും വിശന്നാ തിന്നാനുള്ള ഫുഡും വെള്ളവും അങ്ങനെ എല്ലാം ഉണ്ട്. ഇവൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് തന്നെ പുതപ്പെടുത്ത് യൂസ് ചെയ്ത് ഉറങ്ങാണ്. കാലത്ത് ഷോപ്പ് തുറക്കണതിന് മുമ്പ് അലാറം വെച്ച് എണീറ്റിട്ട് അവൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ പഴയ സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അവൾ അവിടെ ഉള്ള ഒരു കബോർഡിൽ കയറി ഒളിക്കാണ്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ജോലിക്കാരെ കുള്ളി വരണത് നോക്കിയിരുന്നിട്ട് ആരും കാണാത്ത ടൈമിൽ കബോർഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാണ്. ഇതേപോലെ ഇവൾ 6 ആഴ്ച അവിടെ താമസിക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് ഇവളുടെ പ്രസവ ടൈം ആവാണ്. വേദനയിൽ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഒരുത്തൻ ആ സൂപ്പർ മാർക്കറ്റിന്റെ കണ്ണാടി ഉടച്ച് ഉള്ളിൽ വന്ന് ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ഇവള് ന്യൂസ് ഫുൾ ഫേമസ് ആവാണ്. അതുകൊണ്ട് ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറും ഇവക്ക് അവിടെ തന്നെ ജോലിയും കൊടുക്കാണ്.